Asylum Learning Ardra ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസൈനിൽ ലോങ് ആൻസർ ടൈപ്പ് ഇമ്പോർട്ടന്റ് അല്ല ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രിയാമ്പിൾ അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ആൻസർ ചെയ്യാൻ പോകും, അല്ലെങ്കിൽ പ്രിയാമ്പിൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത് US മോഡൽ അല്ലെ, US കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്കറിയാം പ്രിയാമ്പിൾ ഉണ്ട്. ആ ഒരു മോഡലാണ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ആണ് അല്ലെ US അടുത്ത് നിന്ന് നമ്മൾ ബോറോ ചെയ്തൊരു ഐഡിയ ആണ് നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇങ്ങനെ ഒരുപാട് അല്ലേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് പ്രിഫേസ് ആണ് നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ഈ പ്രിയാമ്പിൾ തന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ വേർഡ്സ് പോലെ കുറച്ച് വേർഡ്സ് നമുക്ക് കാണാം അല്ലേ. ആദ്യമായിട്ട് നിങ്ങൾക്ക് യെല്ലോ കളറിൽ മാർക്ക് ചെയ്തത് കാണാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ ബിഗിൻ ചെയ്യുന്ന തന്നെ ആ ഒരു വേർഡിലാണ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അല്ലെ. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് സോവറിൻ ആണ്. ഇന്ത്യയുടെ ഒരു ഫീച്ചർ എന്ന് പറയുമ്പോൾ ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ സോവറിൻ സ്റ്റേറ്റ് അല്ലെ. ആൻഡ് സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലർ ആണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സിറ്റിസൺസിന് എന്തൊക്കെയോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ദെൻ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പ്രിയാമ്പിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കീ വേർഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ വേർഡ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞു നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ, ബിഗിൻ ചെയ്യുന്നത് നമ്മളെ ഈ വേർഡാണ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമുക്കറിയാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യൻ ആണ്, സിറ്റിസൺസ് ആണ് അല്ലേ. നമ്മളാണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ ആര് ഭരിക്കണം അല്ലെ, ഈ ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഈ അതോറിറ്റീനെ എന്ത് ചെയ്യുന്നത്, എലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ റെപ്രസെന്റേറ്റീവിനെ കൃത്യമായിട്ടൊരു ഇലക്ഷൻ പ്രൊസീജിയറിലൂടെ എലക്ട് ചെയ്യുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇവിടെ ഒരു സോവറിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്, നമ്മളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ സിമ്പിൾ ആണ്, നമ്മളെ റെപ്രസെന്റേറ്റീവ്സിന് അല്ലേ, നമ്മളെ ഗവൺമെന്റിനെ എലക്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. ഓക്കെ, അടുത്തൊരു വേർഡാണ് സോവറിൻ. ഇതും ഇമ്പോർട്ടന്റ് ആണ്. പണ്ട് നമുക്കറിയാം ബ്രിട്ടീഷേഴ്സ് ആയിരുന്നു ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ബ്രിട്ടീഷേഴ്സിന്റെ കയ്യിലായിരുന്നു മൊത്തം പവർ. ആ ഒരു കൊളോണിയൽ പവർ ഒക്കെ പോയി കഴിഞ്ഞു. നമ്മൾ ഇന്ത്യ എന്തായി, ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി. അതിനുശേഷം നമ്മൾ എന്തായി, സോവറിനായി. ഓക്കെ, പുറത്തുള്ള ഒരു പവറിനും ഒക്കെ എന്താണ് നമ്മളെ ഇന്റേണൽ ആയിട്ടുള്ള നമ്മുടെ കൺട്രിയുടെ ഇന്റേണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള മാറ്റേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെസിഷൻ എടുക്കാൻ പറ്റില്ല, ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എല്ലാ ഡെസിഷൻസും ഓക്കെ നമ്മുടെ കൺട്രിയിൽ എല്ലാ ഡെസിഷൻസും എടുക്കുന്ന ആരാണ്, നമ്മളാണ്. അതിലുള്ള മൊത്തത്തിലുള്ള മുഴുവനായിട്ടുള്ള പവർ നമ്മുടെ കൺട്രിയുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ, അതാണ് നമ്മൾ സോവറിൻ എന്ന് പറയുന്നത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അടുത്തൊരു വേർഡാണ് സോഷ്യലിസ്റ്റ് കൺട്രി എന്ന് പറയുന്നുണ്ട്. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ്. എന്തുകൊണ്ടായിരിക്കും? ആ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന വെൽത്ത് എന്ന് പറയുന്നത് ഈക്വലി എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാ പബ്ലിക്കിന് ഈക്വലി എന്ത് ചെയ്യണം, അലോക്കേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കൺട്രിയെ ഒരു സോഷ്യലിസ്റ്റ് കൺട്രി ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന വെൽത്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, ഈക്വലി നമ്മൾ പബ്ലിക്കിന് അല്ലെങ്കിൽ സിറ്റിസണിന് വേണ്ടിയിട്ട് ഈക്വലി അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ്. അത് മാത്രമല്ല മറ്റൊരു പ്രത്യേകതയാണ്, ഇന്ത്യ എന്താണ്, ഒരു സെക്യുലർ കൺട്രി ആണ് അല്ലെ, സെക്യുലർ സ്റ്റേറ്റ് ആണ്. എന്തുകൊണ്ടായിരിക്കാം? നമ്മളെ ഇന്ത്യൻ സിറ്റിസണ് നമുക്ക് ഇഷ്ടമുള്ള റിലീജിയൻ എന്ത് ചെയ്യാം, ഫോളോ ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. ഇതിനൊക്കെയുള്ള റൈറ്റ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും നമുക്ക് ആ കാര്യത്തിലില്ല. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ റിലീജിയൻ എന്ത് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ട് ചൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യ ഈസ് എ സെക്യുലർ സ്റ്റേറ്റ്. ഓക്കെ, അടുത്തൊരു വേർഡാണ്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഡെമോക്രാറ്റിക് ആണല്ലേ ഇന്ത്യ. എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ ഇന്ത്യയിൽ നമ്മളെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നത് നമ്മളൊരു ഇലക്ഷൻ പ്രൊസീജിയറിലൂടെയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ റൈറ്റ്സ് ഉണ്ട് അല്ലേ. അത് മാത്രമല്ല അപ്പാർട്ട് ഫ്രം സിവിൽ റൈറ്റ്സ് നമുക്ക് എന്തുണ്ട്, എക്കണോമിക് റൈറ്റ്സ് ഉണ്ട് ആൻഡ് സോഷ്യൽ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് അല്ലേ. കൃത്യമായിട്ട് ഡെമോക്രാറ്റിക് വാല്യൂസ് ആര് ഫോളോ ചെയ്യുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രി ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ത്യ റിപ്പബ്ലിക് കൂടെയാണ് അല്ലേ. യെസ്, നമുക്ക് ഇവിടെ കാണാം റിപ്പബ്ലിക് ആണ്. എന്തുകൊണ്ടായിരിക്കും റിപ്പബ്ലിക് എന്ന് പറയുന്നത്? നമ്മുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആരാണ്, ഒരു എലക്റ്റഡ് പേഴ്സൺ ആണ്. ഒരു കൺട്രിയുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എലക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ ആ കൺട്രി നമുക്ക് എന്ത് വിളിക്കാം, അതൊരു റിപ്പബ്ലിക് കൺട്രി ആണെന്ന് പറയാം. ഓക്കെ, അത് മാത്രമല്ല ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സിറ്റിസണിന് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പ്രിയാമ്പിളിൽ മെൻഷൻ ചെയ്ത കുറച്ച് വേർഡ്സ് ആണ്. ഓക്കെ, ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. എന്താണ് ജസ്റ്റിസ്?
സോഷ്യലി എക്കണോമിക്കലി അല്ലെ എല്ലാ തരത്തിലും എന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ട് ജസ്റ്റിസ് അവിടെ ഉണ്ടാവണം. എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടണം. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവാൻ പാടില്ല. എന്തിന്റെ ബേസിലാണെങ്കിലും, സോഷ്യലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും എക്കണോമിക്കലി ആണെങ്കിലും ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ഒരു ജസ്റ്റ് സൊസൈറ്റി ആയിരിക്കണം ഇന്ത്യ എന്നാണ്. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇന്ത്യ, അല്ലെങ്കിൽ അങ്ങനത്തെ റൈറ്റ്സ് അല്ലെങ്കിൽ അത് എൻഷുർ ചെയ്യുന്നുണ്ട് നമ്മുടെ സിറ്റിസണിന് വേണ്ടിയിട്ട് ഇന്ത്യ എന്നാണ് പ്രിയാമ്പിളിൽ പറയുന്നത്. അത് മാത്രമല്ല ലിബർട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് പറയാം, ഫ്രീഡം ആണ് അല്ലേ. വേണ്ടാത്ത ഒരു കാര്യത്തിനും നമ്മളെ സിറ്റിസണിലെ നമ്മളെ പബ്ലിക്കിന് നമ്മൾ പീപ്പിളിന് എന്ത് ചെയ്യുന്നില്ല, നമ്മളെ കൺട്രി അല്ലെങ്കിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. നമുക്ക് എല്ലാത്തിനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ളതാണെങ്കിലും ഓക്കെ, അങ്ങനെ ഒരുപാട് ഫ്രീഡം ഒക്കെ കൃത്യമായിട്ട് ഏതൊക്കെയാണ് നമ്മളെ ഫ്രീഡം എന്ന് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തരത്തിലുള്ള ഫ്രീഡം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇക്വാലിറ്റി ഉണ്ട്, നമുക്ക് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അല്ലെ. എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാണ് നമ്മളെ ലോയുടെ മുന്നിൽ അല്ലേ. എവ്രിവൺ ഈസ് ഈക്വൽ ബിഫോർ ലോ. ഓക്കെ, എല്ലാവരെയും ലോ എങ്ങനെയാണ്, ലോ അല്ലെങ്കിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മളെ കൺട്രി എങ്ങനെയാണ് ഒരു കാസ്റ്റിന്റെയോ ഒരു റിലീജിയന്റെയോ ഒരു ജെൻഡറിന്റെയോ ബേസിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അടുത്തൊരു വേർഡാണ് ഫ്രെറ്റേണിറ്റി. എന്താണ് ഫ്രെറ്റേണിറ്റി? നമ്മളെ ഫെലോ സിറ്റീസൺ എന്ത് ചെയ്യുക, ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. നമ്മളൊരു ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ നമ്മൾ റിലേറ്റീവിനെ പോലെ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ കൺട്രിയിൽ വെറൈറ്റീസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ അല്ലെങ്കിൽ ജെൻഡർ എന്താണെങ്കിലും ഡൈവേഴ്സിറ്റി ഒരുപാടുള്ള നേഷനാണ് അല്ലെങ്കിൽ കൺട്രിയാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡിഫറൻസസിന്റെ ഇടയ്ക്കും ഒരു യൂണിറ്റി കൊണ്ടുവരാൻ എല്ലാവരും എന്ത് ചെയ്യണം, ഒരു ഫാമിലി പോലെ ജീവിക്കുക എന്നൊരു ഐഡിയ ആണ് പ്രിയാമ്പിളിൽ ഫ്രെറ്റേണിറ്റി എന്ന് പറഞ്ഞൊരു വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വേർഡ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് അതിൻ്റെ ഒരു മീനിങ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എസ് അല്ലെങ്കിൽ ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.